അതെ, നിയമസഹായം തേടിയെത്തിയ അതിജീവിതയെ പീഡിപ്പിച്ച കേസിൽ ഹൈക്കോടതിയിലെ മുൻ ഗവൺമെന്റ് പ്ലീഡർ പി ജി മനു ഒടുവിൽ കീഴടങ്ങിയിരിക്കുന്നു. സുപ്രീംകോടതി നിർദ്ദേശത്തെ തുടർന്നാണ് പുത്തൻകുരിശ് ഡിവൈഎസ്പിക്ക് മുന്നിൽ എത്തി കീഴടങ്ങിയത്. 10 ദിവസത്തിനുള്ളിൽ കീഴടങ്ങണമെന്ന് കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. ഹൈക്കോടതിയും സുപ്രീംകോടതിയും മനുവിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അലി അക്ബർ ഷാ വിവരങ്ങളുമായി. അലി, എപ്പോഴാണ് ഇയാൾ കീഴടങ്ങിയത്? സ്മൃതി, ഇന്ന് രാവിലെയാണ് പുത്തൻകുരിശ് ഡിവൈഎസ്പി ഓഫീസിൽ പി ജി മനു കീഴടങ്ങിയത്. കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു ഈ അതിജീവിതയെ പി ജി മനു പീഡിപ്പിക്കുന്ന സാഹചര്യമുണ്ടായത്. നിയമസഹായം തേടിയെത്തിയ ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പി ജി മനു ജാമ്യാപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളുകയും പി ജി മനുവിനോട് പോലീസിൽ കീഴടങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് പി ജി മനു സുപ്രീം കോടതിയിൽ പോയത്. സുപ്രീം കോടതിയിൽ പി ജി മനു തന്റെ വാദത്തിൽ പ്രധാനമായും പറഞ്ഞത് തൊഴിൽ മേഖലയിലെ ശത്രുക്കൾ തനിക്കെതിരെ പക തീർക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു കേസ് കെട്ടിച്ചമച്ചത്. ഈ കേസ് വസ്തുതാവിരുദ്ധമാണ് എന്നതടക്കമുള്ള വാദങ്ങളായിരുന്നു പി ജി മനു നിരത്തിയത്. എന്നാൽ ഈ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ട് സുപ്രീം കോടതിയും പി ജി മനുവിന്റെ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. അതിനുശേഷമാണ് 10 ദിവസത്തിനുള്ളിൽ പോലീസിൽ കീഴടങ്ങണമെന്ന് സുപ്രീം കോടതി അറിയിച്ചത്. അതിന്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ ഇപ്പോൾ പുത്തൻകുരിശ് ഡിവൈഎസ്പി ഓഫീസിൽ പി ജി മനു കീഴടങ്ങിയിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള മുന്നോട്ടുള്ള നടപടികൾ എന്തൊക്കെയാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ മനുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്, കോടതിയിൽ ഹാജരാക്കേണ്ടത് അടക്കമുള്ള നടപടിക്രമങ്ങളുണ്ട്. എന്തൊക്കെയാകും ഇനി മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ എന്നത് ഇപ്പോൾ നിലവിൽ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. സ്മൃതി, റൈറ്റ്. അലി അക്ബർ ഷായാണ് ചേർന്നത്. ഈ പി ജി മനുവിന്റെ വാർത്ത വന്നത് മുതൽ ഇയാൾ ഒളിവിലായിരുന്നല്ലോ. പരമാവധി ഫൈറ്റ് ചെയ്തു അറസ്റ്റിലാവാതിരിക്കാൻ. പക്ഷേ അതിജീവിതയുടെ വാദങ്ങൾ വളരെ സ്ട്രോങ് ആയിരുന്നു.